കൊറേ നാളായല്ലോ മാജിക്ക് നിന്നെ കണ്ടിട്ട്. എവിടെ ആയിരുന്നു നീ? അതെന്താ നിനക്ക് മാത്രമേ സോളോ ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ? ഞാനും ഒരു സോളോ ട്രിപ്പ് പോയിരുന്നു. ആ, അതെന്തായാലും നന്നായി. ഇനിയിപ്പൊ ഞാൻ പോയി എന്നും പറഞ്ഞിട്ട് മുഖം വീർപ്പിച്ചിരിക്കാനൊന്നും നിൽക്കൂലല്ലോ. ഏടാ, ഏ ഇങ്ങനെ പറഞ്ഞാലെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകുന്ന കരുതിയാണ് അങ്ങനെ ഒരു നമ്പർ ഇട്ടത്. അത് പൊളിഞ്ഞല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ഇവൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. ആ, ഇമോഷണലി ഡാമേജഡ് ആക്കാം, അതാണ് നല്ലത്. എന്താ മാജിക്ക്, എന്താ നീ കുറെ നേരം ആയല്ലോ ഈ ആത്മകഥം തന്നെ പറഞ്ഞോണ്ടിരിക്കുക? കുറെ നാളായില്ലേ നമുക്കൊന്ന് സംസാരിക്കാം, നീ കാര്യം പറ. അല്ല പിന്നു, അന്ന് വന്നേ എന്റെ വീഡിയോസ് ഒന്നും തീരെ പോരാന്ന് എനിക്ക് തോന്നണം. എന്റെ കണ്ടന്റുകളൊക്കെ ഒരു അത്ര അങ്ങ് പോരാ. ശരിയാ നീ പറഞ്ഞത്, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. കണ്ടന്റുകളൊക്കെ ഇത്തിരി പഴഞ്ചനായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മുടെ ചാനലിൽ 3 ലക്ഷത്തിൽ പല ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തങ്ങ് വരുന്നില്ല. എന്തായാലും നീ പറഞ്ഞ ഐഡിയ എനിക്കും തോന്നുന്നത് മിക്കവാറും അതായിരിക്കും. അപ്പോൾ കണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കാം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു എസ്തെറ്റിക് ക്രാഫ്റ്റുകളല്ലേ. നമുക്ക് ആ ക്രാഫ്റ്റുകളൊന്ന് പിടിച്ചു നോക്കാം. എന്നാലും എൻ്റെ മാജിക്കേ, നീ ഇപ്പോഴും എന്നെപ്പറ്റി തന്നെയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നീ ഇത്ര സപ്പോർട്ടീവ് ആണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ചേട്ടാ, ഇമോഷണലി ഒന്ന് ഡാമേജ് ആക്കാമെന്ന് കരുതിയോ അത് ഇങ്ങനെ എടുത്തു. ഇനി എന്ത് ചെയ്യാനോ, വലിയ കൊള്ളൊപ്പം തന്നെ നിൽക്കാം, വേറെ വഴിയൊന്നുമില്ല. എടാ മാജിക്കേ, അപ്പം നമുക്ക് നമ്മുടെ ചാനൽ അടുത്ത് തൊട്ട് തന്നെ ആ എസ്തെറ്റിക് ക്രാഫ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മുടെ എസ്തെറ്റിക് ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കണം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.